ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്ന എന്നാൽ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ഒരു മഹാശക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ശ്വസിക്കുകയും ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ഈ ബുക്ക് സമ്മറി സീരീസിലെ രണ്ടാമത്തെ പുസ്തകമായ ഡോക്ടർ ജോസഫ് മർഫിയുടെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ദ സീക്രട്ടിനെ കുറിച്ച് സംസാരിച്ചു. ആ രഹസ്യം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഈ ഉപബോധ മനസ്സിലൂടെയാണ്. 3 കുട്ടികളുടെ അമ്മ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളുടെ സ്വഭാവം രൂപീകരിക്കുന്നതിലും നമ്മുടെ വീടിന്റെ ഐശ്വര്യം നിലനിർത്തുന്നതിലും ഈ മനസ്സിനുള്ള പങ്ക് വളരെ വലുതാണെന്നാണ്. നമുക്ക് ആ അത്ഭുത ശക്തിയിലേക്ക് കടക്കാം. ബോധ മനസ്സും ഉപബോധ മനസ്സും. എന്താണ് ഈ ഉപബോധ മനസ്സ്? നമുക്ക് 2 മനസ്സുകളുണ്ട്. ഒന്ന് ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്. 2 ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. ഇതിനെ ഒരു കപ്പലിലെ ക്യാപ്റ്റനും ജീവനക്കാരുമായി താരതമ്യം ചെയ്യാം. ക്യാപ്റ്റനായ ബോധ മനസ്സ് എന്ത് ആജ്ഞ നൽകുന്നുവോ അത് ജീവനക്കാർ അഥവാ ഉപബോധ മനസ്സ് അനുസരിക്കുന്നു. കപ്പൽ എങ്ങോട്ട് പോകണം എന്ന് ക്യാപ്റ്റൻ തീരുമാനിക്കുന്നു, ജീവനക്കാർ അത് പ്രവർത്തിക്കുന്നു. നിങ്ങൾ ബോധപൂർവം വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു വിത്തായി ഇറങ്ങുന്നു. ആ വിത്ത് നല്ലതാണെങ്കിൽ നല്ല ഫലവും ചീത്തയാണെങ്കിൽ ചീത്ത ഫലവും ലഭിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും പേടിയാണ്, എനിക്കൊന്നിനും കഴിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഉപബോധ മനസ്സ് അത് സത്യമാക്കി മാറ്റുന്നത്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മനസ്സ്. ഈ പുസ്തകത്തിൽ ഡോക്ടർ ജോസഫ് മർഫി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉപബോധ മനസ്സിന് നമ്മുടെ ശരീരത്തെ ചികിത്സിക്കാൻ അഥവാ ഹീൽ ചെയ്യാൻ കഴിയുമെന്നതാണ്. നമ്മുടെ കോശങ്ങളെ നിർമ്മിച്ച മനസ്സിന് അവയെ നന്നാക്കാനും അറിയാം. വീട്ടമ്മമാരായ നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന ശരീരവേദനയും സ്ട്രെസ്സും ഒക്കെ ഒരു പരിധിവരെ നമ്മുടെ ചിന്തകളിലൂടെ മാറ്റിയെടുക്കാം. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്, എന്റെ ശരീരത്തിലെ ഓരോ കോശവും ഉന്മേഷത്തിലാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞു നോക്കൂ. ഇത് വെറും വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഇന്റീരിയർ ഡിസൈനർക്ക് നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളാണ്. അടുത്തതായി, ഉറങ്ങുന്നതിന് മുൻപുള്ള ഗോൾഡൻ സമയം. ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ ഏറ്റവും മികച്ച സമയം എപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപുള്ള ആ 10 മിനിറ്റ് ആണ്. ആ സമയത്ത് നമ്മുടെ ബോധ മനസ്സ് വിശ്രമിക്കാൻ തുടങ്ങുകയും ഉപബോധ മനസ്സ് പൂർണ്ണമായും തുറന്നിരിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ ആ സമയത്ത് ടെൻഷനുകളും കടബാധ്യതകളും കുട്ടികളുടെ പഠന കാര്യങ്ങളുമാണ് ആലോചിക്കാറുള്ളത്. എന്നാൽ അത് മാറ്റണം. ആ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമായതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിന് അത് സത്യമാണോ സ്വപ്നമാണോ എന്ന് അറിയില്ല. നിങ്ങൾ എന്തു നൽകുന്നോ അത് സത്യമാണെന്ന് കരുതി അത് പ്രാവർത്തികമാക്കാൻ അത് ശ്രമിക്കും. ഇനി കുറച്ച് പ്രായോഗികമായ ചില വിദ്യകൾ നോക്കാം. നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഈ പുസ്തകം നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ. 1. അഫർമേഷൻസ്, ദൃഢപ്രസ്താവനകൾ. എന്റെ ജീവിതം ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ആത്മവിശ്വാസത്തോടെ പറയുക. 2. വിഷ്വലൈസേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതായി സങ്കല്പിക്കുക. നിങ്ങൾ സാമ്പത്തികമായി സുരക്ഷിതയായത് അല്ലെങ്കിൽ മക്കൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് മനസ്സിൽ നിങ്ങൾ കാണുക. സ്ലീപ്പ് ഓൺ ഇറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമകരമായ പ്രശ്നമുണ്ടെങ്കിൽ നാളത്തെ സൂര്യോദയത്തിന് മുൻപ് ഇതിനൊരു ഉത്തരം ലഭിക്കും എന്ന് പറഞ്ഞ് ഉറങ്ങുക. അത്ഭുതകരമെന്ന് പറയട്ടെ, അടുത്ത ദിവസം ഉണരുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ഐഡിയ ലഭിക്കുന്നത് കാണാം. അതുകൊണ്ട് കൂട്ടുകാരെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു നിധി ശേഖരമുണ്ട്. അത് തുറക്കാനുള്ള താക്കോൽ നിങ്ങളുടെ ചിന്തകളാണ്. സമാധാനവും സ്നേഹവും സമൃദ്ധിയും നിറഞ്ഞ പുതിയൊരു ലോകം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ സൃഷ്ടിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. സീരീസിലെ അടുത്ത ഭാഗത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കും. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. നമ്മുടെ അമ്മമാർക്കുള്ള പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്.
പോസിറ്റീവായ ഒരു ലോകത്തേക്ക് നമുക്ക് ഒരുമിച്ച് കൈപിടിച്ച് നടക്കാം. താങ്ക്